പ്രിയമുള്ള നാട്ടുകാരെ, ജനാധിപത്യ വിശ്വാസികളെ, ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പഞ്ചായത്തില് പ്രസിദ്ധീകരിച്ചിട്ടുള്ള കരട് വിജ്ഞാപനം കേവലം ലീഗിന്റെയും കോൺഗ്രസിന്റെയും നേതാക്കൾക്ക് ജയിച്ചു കയറാൻ പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥർ ഒരു മാനദണ്ഡവും പാലിക്കാതെ തീർത്തും തെറ്റായ രീതിയിലാണ് ഈ കരട് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. ഇതിനെതിരെ ശക്തമായിക്കൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഓമശ്ശേരി പഞ്ചായത്ത് ഘടകം പ്രതിഷേധവുമായിട്ട് വന്നിരിക്കുകയാണ്. ഈ പഞ്ചായത്ത് ഭരണസമിതിയുടെയും ഉദ്യോഗസ്ഥന്മാരുടെയും ഇടപെടലിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു സമരം ഞങ്ങൾ എടുക്കേണ്ടി വന്നിട്ടുള്ളത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പഞ്ചായത്ത് കമ്മിറ്റി എടുത്തൊരു തീരുമാനത്തിന്റെ ഭാഗമായാണ് നമ്മളിങ്ങനെ ഒരു പ്രതിഷേധ മാർച്ച് പഞ്ചായത്തിന് മുമ്പിലേക്ക് നടത്തിയിട്ടുണ്ട്. ആ മാർച്ചിൽ നമ്മൾ പഞ്ചായത്ത് ഓഫീസിലേക്ക് ഇപ്പൊ കയറിയിട്ടുണ്ട്. പഞ്ചായത്തിലെ വാർഡുകളെല്ലാം തോന്നും പോലെ വെട്ടിമുറിച്ച് യുഡിഎഫിൻ നേതാക്കൾക്ക് തിരഞ്ഞെടുപ്പിൽ ജയിച്ചു വരുവാൻ ഒത്താശ ചെയ്തൊരു ജീവനക്കാരെ ലീഗ് ഓഫീസിൽ തയ്യാറാക്കിയ നിബന്ധന രേഖ പാസ്സാക്കാൻ നമ്മൾ 4 മുദ്രാവാക്യം വിളിച്ചത് പോലെ മാത്രമേ ഇപ്പൊ ചെയ്തിട്ടുള്ളൂ. ഇനി വേറെ ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പഞ്ചായത്തിനകത്തേക്ക് വരുവെടുത്തു. നിങ്ങൾ ഉൾപ്പെടെ ഇവിടെ ലീഗിന്റെയും കോൺഗ്രസിന്റെയും പ്രധാനപ്പെട്ട 2 or 3 നേതാക്കൾക്ക് ജയിക്കാൻ വേണ്ടി മത്സരിക്കാൻ വേണ്ടി മാത്രം സ്വപ്നം കണ്ടുണ്ടാക്കിയ വാർഡ്. പാവപ്പെട്ട ഒരുപാട് മുസ്ലിം ലീഗിന്റെയും കോൺഗ്രസിന്റെയും പ്രവർത്തകരുടെ വോട്ടുകളെല്ലാം ഛിന്ന ഭിന്നമായിട്ടുണ്ട്. അപ്പോഴറിയാൻ നിങ്ങൾക്ക് ഇതിന്റെ പ്രതിഷേധത്തിന്റെ തീവ്രത. യുഡിഎഫിനകത്ത് അതിശക്തമായ രീതിയിലേക്ക് ജനങ്ങൾ ഈ പ്രതിഷേധവുമായി രംഗത്ത് വരും. കാരണം വാർഡുകളെല്ലാം വിഭജിച്ചു. ഇനിയിപ്പോ വോട്ടർ പട്ടിക തയ്യാറാക്കുമ്പോൾ എന്തായിരിക്കും സ്ഥിതി? ഒരു വീട്ടിൽ തന്നെ 2-3 വാർഡുകൾ വോട്ടുള്ള ആളുകളായി മാറും. ആ രീതിയിൽ ഒരു ചുക്കും ചുണ്ണാമ്പും അറിയാത്ത കാനിയ തോന്നിവാസമാണ് ഈ വാർഡ് വിതരണത്തിൽ ഇവർ നടത്തിയിട്ടുള്ളത്. ജയിച്ചു വരാനുള്ള ധാരണയില്ല. ഒരാളിത് വന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു സാമാന്യ ബുദ്ധിക്ക് നിരക്കുന്നതാവണ്ടേ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഈ വിഭജന രേഖ. 5 വാർഡുകൾക്ക് ഒരു അതിർത്തി. ഇതാണ് ഇതിന്റെ സ്ഥിതി. ഇവിടെ മുടൂർ എന്ന് പറയുന്ന ഒരു വാർഡ് ഉണ്ടാക്കിയിട്ട് ജമ്മു കാശ്മീരിനേക്കാൾ വെല്ലുന്ന രീതിയിലേക്ക് അതിന്റെ മാപ്പ് കണ്ടാൽ നിങ്ങൾക്ക് അറിയാം. അതിന്റെ എല്ലാ അതിർത്തി 4-5 വാർഡിന്റെ അതിർത്തി ഒന്നാണ്. ആ രീതിയിലേക്ക് തനി തോന്നിവാസം. ഇനി വേറെ ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പഞ്ചായത്തിനകത്തേക്ക് വരുവെടുത്തു. ഒരു സൂചനയാണ് വരും ദിവസങ്ങളിൽ ഉജ്ജ്വലമായ പ്രതിഷേധവും പ്രക്ഷോഭവുമായി ഈ പഞ്ചായത്ത് ഭരണത്തിനെതിരായ മറ്റു ചില പ്രശ്നങ്ങൾ കൂടി ഈ നാട്ടിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. അതെല്ലാം വെച്ചുകൊണ്ട് ഉജ്ജ്വലമായ പ്രക്ഷോഭങ്ങളും പരിപാടികളുമായി ഞങ്ങൾ ഈ പഞ്ചായത്തിലേക്ക് കടന്നുവരും. 22 വാർഡിലും ജയിച്ചു വരാമെന്ന വ്യാമോഹത്തോടുകൂടി പഞ്ചായത്ത് ഭരണസമിതിയും കോൺഗ്രസിന്റെ നേതാക്കന്മാരും ലീഗിന്റെ നേതാക്കന്മാരും അവരവരുടെ ഓഫീസിൽ വെച്ച് നടപ്പാക്കിയ ആ വാർഡ് വിഭജനത്തിന്റെ രേഖ പഞ്ചായത്ത് സെക്രട്ടറി ഒപ്പിട്ട് കൊടുത്തുകൊണ്ട് ഇതെല്ലാം പെട്ടെന്നങ്ങ് ജയിച്ചു വരാമെന്ന വ്യാമോഹത്തിൽ നിങ്ങൾ നിൽക്കേണ്ടതില്ല. അതിശക്തമായ സമരവും ഇതിനെതിരായിട്ടുള്ള അപ്പീലും കൊടുത്തുകൊണ്ട് ഈ അശാസ്ത്രീയമായ വാർഡ് വിഭജനത്തിനെതിരായിട്ടുള്ള പോരാട്ടം വരും നാളുകളിൽ ഈ പഞ്ചായത്ത് ഓഫീസിലേക്ക് ഉണ്ടാവുമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും ഒറ്റവാക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പരിപാടിയോടെ അവസാനിച്ചു.